ശ്രീ CR മഹേഷ്. സർ, ആരോഗ്യ മേഖലയിൽ അങ്ങയുടെ ചടുലമാർന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. സർ, 1956 ജനറൽ ഡിസ്പെൻസറിയായി പ്രവർത്തനം ആരംഭിച്ച കരുനാഗപ്പള്ളി ആശുപത്രി 1964 താലൂക്ക് ആശുപത്രിയായി ഉയർന്നു. ദേശീയപാതയുടെ സമീപം വണ്ടാനം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏക ആശുപത്രിയാണ്. സുനാമി ദുരന്തം നടന്ന തീരപ്രദേശം ഉൾപ്പെടുന്ന താലൂക്ക് ആശുപത്രി, ടാങ്കർ ദുരന്തങ്ങളും മറ്റ് വാഹന അപകട മരണങ്ങളും ദിനംപ്രതി നടന്നു വരുന്ന ആശുപത്രി. സർ, ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെ 1700 OPയും 1 മണി മുതൽ രാത്രി 8 മണി വരെ ഏകദേശം 400 OPയും അടക്കം ഒരു ദിവസം 2100 OP നടക്കുന്ന ആശുപത്രി. എത്രയേറെ പഴക്കമുള്ള മേൽപ്പറഞ്ഞ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നതുമായ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഞാൻ ഈ സബ്മിഷനിലൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത്രയേറെ രോഗികൾ വരുന്ന ആശുപത്രിയിൽ ആകെ 23 ഡോക്ടർമാരുടെ സേവനമാണുള്ളത്. സർ, 2100ഉം 23ഉം തമ്മിലുള്ള അന്തരം പരിശോധിക്കണം. നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ പീഡിയാട്രീഷ്യൻ, നേത്രരോഗ വിദഗ്ധൻ, റേഡിയോളജിസ്റ്റ് ഇവരില്ല സർ. ഇവരുടെ ഒഴിവ് ഇപ്പോഴും കിടക്കുകയാണ്. ഇവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയും. ഇവരെ അടിയന്തരമായി നിയമിക്കണം എന്നാവശ്യപ്പെടുകയാണ്. സർ, MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ഡയാലിസിസ് മെഷീൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് 33 ഡയാലിസിസ് നടക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും ഒരു നെഫ്രോളജിസ്റ്റ് ഇല്ല. CT സ്കാൻ മെഷീൻ വാങ്ങാൻ പൈസ ഉണ്ടായിട്ടും ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തിന് കത്ത് നൽകി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ കരുനാഗപ്പള്ളിയിൽ ഇതുവരെയും ഒരു ക്യാൻസർ ചികിത്സാ വിഭാഗം ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള രോഗികൾ തിരുവനന്തപുരത്തും RCC ഉൾപ്പെടെയുള്ള ദൂരെയുള്ള കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പശ്ചാത്തല സൗകര്യമേറെയുള്ള കരുനാഗപ്പള്ളി ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗി വിഭാഗത്തിൻ്റെ സെൻറ്റർ ആരംഭിച്ചാൽ ആ പ്രദേശത്തെ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് സാർ. ദേശീയപാതയുടെ സമീപമായതുകൊണ്ട് അപകട മരണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാർ, ഇതുവരെയും ഒരു ബ്ലഡ് ബാങ്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. MLA ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടും സാങ്കേതിക കുരുക്കുകൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് സാർ. പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ആളുകൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഹൃദ്രോഗികളുടെ എണ്ണം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഹൃദ്രോഗ സംബന്ധമായ ചികിത്സ ലഭിക്കുന്നതിന് ഒരു അടിയന്തരമായി ഒരു കാർഡിയോളജി വിഭാഗം ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഞാൻ ഈ സബ്മിഷനിലൂടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. സാർ, എല്ലാ ദിവസവും ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്ന ആശുപത്രിയാണ്. സാർ, പനി വന്ന് മരിച്ചാൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായി ഒരു പോലീസ് സർജനെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ് ചെയ്താൽ ഏറെ ഉപകാരമായിരിക്കും. സാർ, നിലവിൽ 64 കോടി രൂപ നിർമ്മിച്ച് പ്രവർത്തനം ഏതാണ്ട് 95% പൂർത്തിയായ പുതിയ കെട്ടിടത്തിൻ്റെ പൂർത്തീകരണവും ഉദ്ഘാടനവും നടത്താൻ വൈകുന്നത് ഗുരുതരമായ വീഴ്ചയാണ് സാർ. വേഗത്തിൽ ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി പശ്ചാത്തല സൗകര്യം ഏറെയുള്ള ഈ ആശുപത്രിയുടെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്നും ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി. മേഡം, കരുനാഗപ്പള്ളി താലൂക്കിൽ ക്യാൻസർ രോഗികൾക്ക് ആശ്രയമായ ഒരു ഡേ കെയർ കീമോതെറാപ്പി സെൻറ്റർ ആരംഭിക്കുന്നതിന് ക്യാൻസർ കെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 15 ലക്ഷം രൂപ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ച് ക്യാൻസർ കെയർ സെൻറ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി മൾട്ടി പാരാമീറ്റർ മോണിറ്റർ സ്റ്റാൻഡ്സ്, ഇൻഫ്യൂഷൻ പമ്പ്സ് ആൻഡ് ബയോസേഫ്റ്റി ക്യാബിനറ്റ് എന്നീ ഉപകരണങ്ങൾ വാങ്ങാൻ KMSCL നിന്ന് 9,97,152 രൂപ അഡ്വാൻസായി നൽകിയതിൽ KMSCL ഇൻഫ്യൂഷൻ പമ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കി തുകയ്ക്ക് ICU മോഡൽ ബെഡ് കോട്ടുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങിയിട്ടുണ്ട്. നിലവിൽ ഈ ആശുപത്രിയിൽ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. MLAയുടെ 2022-23 വർഷത്തെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുന്നതിന് LSDD മുഖേന 30 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ലഭ്യമായിരുന്നു. ഈ പ്രവൃത്തിക്ക് MP ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഒരു പ്രവൃത്തിക്ക് ഒന്നിലേറെ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രസ്തുത പ്രവൃത്തിക്ക് അത് എളുപ്പത്തിൽ നടപ്പാക്കുന്നതിനായി MLA ഫണ്ട് വിനിയോഗിക്കാവുന്നതാണ് എന്ന വിവരം കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ മാനദണ്ഡ പ്രകാരം സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളായ കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി എന്നീ സേവനങ്ങൾ നിലവിൽ ജില്ലാതല ആശുപത്രികളിലാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്നത്. ഇപ്രകാരം കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയാണ്
ജില്ലാതല ആശുപത്രിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ആശുപത്രിയിലെത്തുന്ന ഹൃദ്രോഗ സംബന്ധമായ രോഗികൾക്ക് ജനറൽ ഫിസിഷ്യൻ്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. IPHS മാനദണ്ഡമനുസരിച്ച് രോഗികളുടെ സാന്ദ്രത, നിലവിലുള്ള ജീവനക്കാരുടെ ലഭ്യത, സേവന കേന്ദ്രങ്ങളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഗ്യാപ്പ് അനാലിസിസ് നടത്തി വിശദമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടാതെ ആശുപത്രിയിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിന് 90 കോടി രൂപയുടെ ഭരണാനുമതിയും 83.97 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിയും ലഭ്യമായിട്ടുണ്ട്. നിലവിലെ കെട്ടിടത്തിൻ്റെ മുകളിലെ 2 നിലകളുടെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ പൂർത്തിയായി. പ്രസ്തുത സ്ഥാപനത്തിലെ കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം പുരോഗമിക്കുകയാണ്. ആയത് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും. മാഡം, അതിന് പുറമെ ബഹുമാനപ്പെട്ട MLAയുടെ മറ്റ് സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചൊരു യോഗം കൂടുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതാണ്.